ഞാൻ ഈ ആശ്രമത്തിലൊരു 2012 മുതലിവിടെ വരുന്നതാണ്. അങ്ങനെ വന്ന് സ്വാമിയായിട്ടും ഇവിടുത്തെ എല്ലാ ഇതായിട്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ സ്വാമിയുടെ ശിഷ്യത്വം സ്വീകരിക്കണം എന്നുള്ളതിൽ ആദ്യമേ സ്വാമി അടുത്ത് പറയും. അപ്പോൾ സ്വാമി എന്നോട് പറയുകയും ചെയ്തു, ഇവിടെ അപ്പോൾ ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല, അങ്ങനെയൊന്നുള്ള ആളല്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നിന്ന് ചെയ്യാൻ പറ്റുമെന്ന് സ്വാമി എന്ന് ചോദിച്ചായിരുന്നു. ആ വിധത്തിൽ പിന്നെ ഞാൻ ഇവിടെ കൂടുതൽ സഹകരിക്കുകയും അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരികയും ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ അദ്ദേഹം മന്ത്രദീക്ഷായും തന്നു. അതിനുശേഷം ഇപ്പം ഒരു 3 മാസം മുമ്പ് സന്യാസ ദീക്ഷയും തന്നു. അത് സ്വീകരിച്ച് ഇങ്ങനെ എന്നിട്ടിപ്പോൾ 2-3 മാസം ആവാറായി. അപ്പോഴാണ് ഇവിടെ ഒരു സംഭവം നടന്നല്ലോ, രാമാനന്ദഭാരതിയുടെ ഇവിടെ തല്ലിയെന്നോ മുളക് പൊടിയിട്ടെന്നോ അങ്ങനെ എന്തോരൊക്കെ പറഞ്ഞാൽ അത് നമ്മൾ അറിഞ്ഞില്ലായിരുന്നു. പിറ്റേ ദിവസം രാവിലെയാണ് ഈ മന്ത്രി വന്നെന്ന് രാവിലെയാണ് അറിയണത്. അന്ന് ഒരു ഉച്ചയോടുകൂടി എനിക്ക് തന്നെ 12-1 മണിക്കകത്ത് മന്ത്രി വരികയും അവിടെ സന്ദർശിച്ചതിന് ശേഷം ആശ്രമത്തിലോട്ട് വരികയും വലിയ സ്വാമി ഉണ്ടോ ചോദിക്കുകയും, അദ്ദേഹം അന്ന് കൊട്ടാരക്കര പോയിരിക്കുകയായിരുന്നു. ആ സമയത്താണ് അദ്ദേഹം വന്ന് മുൻ പരിചയത്തോടെ എന്നെ അനിയല്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതെ, എൻ്റെ പൂർവാശ്ര നിയമം അനിൽകുമാർ എന്നായിരുന്നേ. അപ്പോൾ അതിനുശേഷം ദീക്ഷ വാങ്ങിച്ചപ്പം പേര് മാറ്റി അമൃതാനന്ദ ഭാരതി എന്നാക്കി. അതിനെക്കുറിച്ച് അധിക്ഷേപിക്കുകയും സന്യാസി സമൂഹത്തെ മൊത്തമായി ആക്ഷേപിക്കുന്ന രീതിയിൽ ഈ നട്ടുച്ചയ്ക്ക് ആ നടു റോഡിൽ ഗായത്രി മന്ത്രം ചൊല്ലാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു അതിവിടെ ചൊല്ലേണ്ട ഒരു സ്ഥലമല്ല, സന്ദർഭമല്ല ഇത്, അതുകൊണ്ട് ഞാൻ ചൊല്ലില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം അപ്പോഴാണ് ചിക്കൻ വയ്ക്കുന്ന സ്വാമി, മട്ടൻ വയ്ക്കുന്ന സ്വാമി എന്നൊക്കെ പറഞ്ഞ് കുറേ അധിക്ഷേപിച്ചത്. അത് സന്യാസി സമൂഹത്തിന് മൊത്തമായിട്ടാണ് അധിക്ഷേപിച്ചത്. എന്നെന്ന് ഞാൻ പറയാൻ തയ്യാറല്ല. അതൊരു അധിക്ഷേപം തന്നെയാണ്, സമൂഹത്തിന് തന്നെ അധിക്ഷേപമാണ്, സന്യാസി സമൂഹത്തിന് തന്നെ. അപ്പോൾ അങ്ങനെയൊക്കെ അധിക്ഷേപിച്ചിട്ട് പോയി. പിന്നെ ഒരു പെൻഡ്രൈവ് കയ്യിലുണ്ട്, അത് ഉണ്ടെന്നും പറഞ്ഞ് പൊക്കി കാണിക്കുകയും പോവുകയും ചെയ്യുകയാണ് ഉണ്ടായത്. അല്ല, അതിപ്പം നമ്മൾ വന്ന് ഗായത്രി മന്ത്രം എൻ്റെ ഗുരുക്കന്മാർ പറയുന്ന സമയത്ത് മാത്രം ചെയ്യേണ്ട കാര്യങ്ങളേ ഉള്ളൂ. അത് മനസ്സിലാണ് വേണ്ടത്. ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ ഇത് കിട്ടത്തില്ല. നമ്മുടെ മനസ്സിൽ നമ്മുടെ സന്യാസി തന്ന ഇതാണ് നമുക്കുള്ളത്, അത് വെച്ച് നമ്മൾ പെരുമാറേണ്ട. ഒരാൾ വന്ന് ആര് വന്നാലും വിളിച്ച് പറയേണ്ടത് ഒരു ഇതല്ലല്ലോ. അത് പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട മന്ത്രി വന്ന് അങ്ങനെ ചോദിക്കാനും പാടില്ലാത്തൊരു കാര്യമായിരുന്നു. അത് കുറേ ഗുണ്ടാളെ പോലുള്ളവർ അവർ ഇങ്ങോട്ട് ഇരച്ച് കയറുകയും അപ്പോൾ പോലീസുകാർ പറഞ്ഞു മുകളിലോട്ട് കയറരുതെന്ന് പറഞ്ഞ് അവരവിടെ വിലക്കുകയും ചെയ്തു. എന്തോ സന്യാസി അടിക്കുന്ന രീതിയിലായിരുന്നു അവരുടെ പെരുമാറ്റം. എന്തോ ഇവിടുത്തെ PDPയുടെ ഏതോ പഴയ നേതാവോ അവരൊക്കെ ആയിരുന്നു തോന്നുന്നു, അങ്ങനെയാണ് പറഞ്ഞു കേട്ടത്. എനിക്കത് അറിയത്തില്ല. കുറേ പേര് ഇതുപോലെ ഗുണ്ടായി കാണിച്ചുകൊണ്ടാണ് വന്നത്. ഞാൻ 90 മുതൽ തിരുവനന്തപുരത്താണുള്ളത്. അത് നിങ്ങൾക്ക് അറിയാമായിരിക്കും, ശ്രീമതി കല്ലറ സരസമ്മ എന്ന് കേൾവിപ്പെട്ടിട്ടുണ്ടാവുമല്ലോ. ആ അമ്മയുടെ കൂടെ തന്നെയായിരുന്നു. അമ്മയുടെ തിയേറ്റർ കാര്യങ്ങളൊക്കെ നടത്താൻ വേണ്ടി ഞാൻ മദ്രാസിലായിരുന്നു, അവിടെ തന്നെ വിളിച്ചുകൊണ്ടിരുന്ന് അത് നടത്തിക്കൊണ്ടിരുന്നു. അപ്പം അമ്മ എവിടെയെങ്കിലും പോകുമ്പോഴോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുമ്പോഴും എവിടെയാണെങ്കിലും എന്നെ കൊണ്ടുപോകാറുണ്ട്. അങ്ങനെ പിന്നെ അമ്മയുടെ കൂടെ തന്നെ ആയിരുന്നു, എൻ്റെ കൂടെ തന്നെയായിരുന്നു അമ്മയും. അല്ല, ഞാൻ അമ്മയുടെ കൂടെ നിൽക്കുകയും ഇവർ എല്ലാവരുമായിട്ട് സഹകരിക്കുകയൊക്കെ പോകുന്ന കൂട്ടത്തിലായിരുന്നു. അപ്പോൾ ആ സമയത്ത് എനിക്ക് മിനിസ്റ്ററെ നേരിട്ട് അറിയാം. അപ്പോൾ അമ്മയുടെ മകൾ, രണ്ടാമത്തെ മകൾ മല്ലിക ശ്രീകുമാർ, അവർ സീരിയലൊക്കെ എടുത്തുകൊണ്ടിരുന്ന കൂട്ടത്തിലായിരുന്നു. ആ സമയത്തൊക്കെ ഡിസ്കഷൻ എന്നൊക്കെ പറഞ്ഞ് വീട്ടിൽ വരാറും ആഹാരം കഴിക്കാറൊക്കെ ചെയ്യുന്നതായിരുന്നു മന്ത്രി. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പേഴ്സണലായിട്ട് നന്നായിട്ട് അറിയാവുന്ന ഒരാളാണ്. അതുപോലെ ഈ ഞാൻ അമ്മ ഇവിടെ എന്നെ ആദ്യമായിട്ട് കൊണ്ടുവരുന്ന സമയത്ത് ഇദ്ദേഹം ഇവിടുത്തെ പരിസ്ഥിതി എല്ലാം മോശമായ രീതിയിലായിരുന്നു എന്നുള്ളതൊക്കെ അവതരിപ്പിച്ച് പറയുകയും, അപ്പോൾ അമ്മ പറഞ്ഞു എൻ്റെ ഒരു മോനെ പോലെയാണ് ഇവിടുത്തെ MLA, അപ്പോൾ ഞാനത് പറയാമെന്നും പറഞ്ഞുകൊണ്ട് ഈ സ്വാമിയെ വിളിച്ചുകൊണ്ട് പോയി പത്തനാപുരത്ത് പോയി ഈ MLA അന്ന് MLA ആയിരുന്നു എനിക്ക് തോന്നുന്നു, ഗണേഷ് കുമാർ സാറിനെ കാണുകയും അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറയുകയൊക്കെ ചെയ്തു. അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന ഇതുപോലെ കാര്യം പറഞ്ഞപ്പോൾ അമ്മയുടെ അടുത്ത് അമ്മ ചോദിച്ചു, മക്കളെ നീ ഒരു MLA അല്ലേ ഇവിടുത്തെ, അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് നേരെയൊക്കെ ആക്കി ഇതെങ്ങനെ അന്യായപ്പെട്ട് പോകുന്ന രീതി കിടക്കുകയാണല്ലോ, ഒന്ന് നേരെയായി കൊടുക്കാൻ മേലെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പം അമ്മ പറഞ്ഞ് ഞാനും കൂടെ സഹായിക്കാം എന്നൊക്കെ പറയുകയൊക്കെ ചെയ്തായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ അന്വേഷിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞ് ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പം വിളിച്ച് പറഞ്ഞു, അമ്മയെടുത്ത് വിളിച്ചിട്ട് അമ്മ അവിടെ പോകാൻ പറ്റിയ സ്ഥലമല്ല, അവിടെ ഗുണ്ടായുസവും മറ്റേ രാമാനന്ദഭാരതി എന്നൊരു സ്വാമിയുടെ ഉണ്ട്, അദ്ദേഹത്തിന് ഗുണ്ടായുസമുണ്ട്, മറ്റേ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ വഴിയിൽ ലോറി വരെ കയറ്റി കൊല്ലും എന്നുള്ളൊരു ഇതിലാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ കൊട്ടേഷൻ സംഘമായിട്ട് ബന്ധമുണ്ട് അങ്ങനെയൊക്കെ അന്ന് ഗണേഷ് കുമാർ MLA അന്ന് പറയുകയും ചെയ്തു.
അപ്പം അത് എന്നിട്ടും അമ്മ ഇവിടെ വന്ന് വേണ്ട സഹായങ്ങളും ഒക്കെ ഞാൻ എന്നെ പറഞ്ഞയച്ച് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. ഞാൻ സ്ഥിരം ഇവിടെ ഇടയ്ക്കിടയ്ക്കെന്നല്ല മിക്കവാറും വന്ന് സ്വാമിയായിട്ട് കാണാറും ബന്ധപ്പെടാറൊക്കെ ഉള്ള കൂട്ടത്തിലുമാണ്. അങ്ങനെയാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായത്. ഞാൻ വിവാഹിതനല്ല. എനിക്ക് പണ്ട് മുതലേ ഒരു സന്യാസ ജീവിതത്തിനോട് കൂടുതൽ ഇതുള്ള കൂട്ടത്തിലായിരുന്നു.